ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, നമ്മൾ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഈ ഒരു പാർട്ടിൽ നിന്ന് ഈ ഒരു ചോദ്യം ഉറപ്പായും ചോദിക്കും. എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. ഒരേ പുള്ളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ കിടിലമായിട്ട് പഠിച്ചെടുക്കാം. ഏതാണ് ചോദ്യം? പല കുട്ടികളും പറയലുണ്ട്, സാറേ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഒരു 5 മാർക്കിനായിരിക്കും ഈ ഒരു ചോദ്യം ചെയ്യുക. അപ്പൊ ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേ. കാര്യം നിങ്ങളുടെ ലൈക്കും പിന്നെ നിങ്ങൾ ഇടുന്ന കമൻസും ആണ് ഞങ്ങൾക്ക് നിങ്ങളുടെ നിന്ന് കിട്ടുന്ന ഒരുപാട് മോട്ടിവേഷൻ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും തരണം കേട്ടോ. അപ്പോൾ എൻ്റെ പേര് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പേര് എന്നെ ഒന്ന് പരിചയപ്പെടുത്താണ്. അപ്പോൾ ക്ലാസ് എക്സാം ഒക്കെ കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID യിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നോട് കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളതൊക്കെ ഇതിൽ പറയാം കേട്ടോ. മറന്നു പോരുത് പറയാൻ കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ഇതാണ് ചോദ്യം കണ്ട് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വലുത് ചോദ്യമാണ്. ഉറപ്പായിട്ടും കണ്ട കുട്ടികൾ, ഇത് ഓൾറെഡി അറിയാവുന്ന കുട്ടികൾ സ്കിപ്പ് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ ഇതൊന്നുകൂടെ റിവൈസ് ചെയ്യുക കേട്ടോ. റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പാർട്ടിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചോദ്യം കേട്ടോ. ചോദ്യം ഞാനൊന്ന് വായിച്ചു തരാം കുഞ്ഞോളെ, കേട്ടിരിക്കും. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 3 ചോദ്യങ്ങളുണ്ട്. 5 മാർക്ക് എനിക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കും. ഇതാ കേട്ടോ, 2 സംഖ്യകൾ ഓരോന്നിനോടും 1 കൂട്ടി ഗുണിച്ചപ്പോൾ 1271 ആയി. 1 കുറച്ച് ഗുണിച്ചപ്പോൾ 1131 സംഖ്യകളുടെ ഗുണനഫലം, സംഖ്യകളുടെ തുക, സംഖ്യകൾ ഏതൊക്കെ? When each of 2 numbers is increased by 1, the product become 1271, and when each is decreased by 1, product become 1131. What is the product of their sum? What is the product of the numbers? What is their sum? What are the numbers? മക്കളെ, ഇങ്ങനെ ഒരു ചോദ്യം വന്നാലേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയടാ. ഇങ്ങനത്തെ ചോദ്യത്തിൽ ആ ചോദ്യത്തിനനുസരിച്ച് നമ്മൾ ഒരു സമവാക്യ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞുതരാം. 2 സംഖ്യകളെ കുറിച്ചാണ് ഇവിടെ കൃത്യമായിട്ട് അവർ പറയുന്നത് അല്ലേ. എത്ര തന്നെയാണെങ്കിലും സംഖ്യകൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരേ പുള്ളിയായിട്ട് ആദ്യത്തെ സംഖ്യകൾ നമുക്കറിയാലല്ലോ. നമ്പേഴ്സ് അറിയാത്തതുകൊണ്ട് ആദ്യത്തെ സംഖ്യനെ നമുക്ക് എന്ത് വിളിക്കാം? X എന്നും രണ്ടാമത്തെ സംഖ്യനെ Y എന്നും വിളിക്കാം. എടാ, എൻ്റെ പേര് എനിക്ക് അറിയില്ലെങ്കിൽ എൻ്റെ പേര് ഞാൻ കുഞ്ഞോളെ എന്ന് വിളിക്കൂലേ? അതുപോലെ നിങ്ങൾക്കൊരു സംഖ്യ അറിയത്തില്ലെങ്കിൽ അയാളെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? X എന്ന്. അതുപോലെ മറ്റൊരു സംഖ്യ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അയാളെ നിങ്ങൾക്ക് Y എന്ന് പോലെ വിളിക്കാം. ഇനി ഈ തന്ന ചോദ്യത്തിലുള്ള പോലെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്താ പറഞ്ഞത്? 2 സംഖ്യകൾ ഓരോന്നിനോടും 1 കൂട്ടി ഗുണിച്ചപ്പോൾ 1271 ആയി. ഞാൻ പറയട്ടെ നിങ്ങളോട്, ഒരു സംഖ്യ X ആണല്ലോ, ആ സംഖ്യനോട് 1 കൂട്ടാന്ന് പറഞ്ഞാലും അതുപോലെ Y എന്ന് പറയുന്ന മറ്റൊരു സംഖ്യനോട് 1 കൂട്ടാന്ന് പറഞ്ഞാലും എന്താ വരിക? അപ്പൊ ആദ്യത്തെ സംഖ്യ X ആണ്, അപ്പൊ അതിനോട് 1 കൂട്ടി. അതുപോലെ മറ്റൊരു സംഖ്യ Y ആണ്, അപ്പൊ അതിനോട് 1 കൂട്ടി. ഓരോ സംഖ്യനോടും 1 കൂട്ടി ഗുണിച്ചപ്പോൾ എത്ര കിട്ടുന്നു? 1271. ഒരേ വിളി. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക, ഇങ്ങനെ എഴുതാൻ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതും അതുപോലെ തന്നെ ചെയ്ത് നോക്കാം നമുക്ക്. 1 കുറച്ച് ഗുണിച്ചപ്പോൾ, അതായത് when each is decreased by 1. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? എടാ, 1 കൂട്ടാൻ പറഞ്ഞപ്പോ നമ്മൾ 1 കൂട്ടി. 1 കൂട്ടി കണ്ടോ. അങ്ങനെയാണെങ്കിൽ ഡിക്രീസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താ? X 1 കുറച്ചു കേട്ടോ. 1 കുറച്ചു, X 1 കുറച്ചാൽ X -1. 1 ഡിക്രീസ് ചെയ്തു. അതുപോലെ Yയിൽ നിന്നൊന്ന് ഡിക്രീസ് ചെയ്ത് Y -1. അപ്പൊ നമുക്ക് എത്ര കിട്ടൂടാ? 1131. നമ്മുടെ 2 സാധനങ്ങൾ ഇവിടെ കിട്ടി. ഞാൻ ഈ 2 സാധനങ്ങളും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 സാധനങ്ങൾ ചോദ്യത്തിൽ തന്നിരിക്കുന്ന 2 സാധനങ്ങൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഭാഷയിൽ ഒന്ന് എഴുതി തരാം കേട്ടോ. ഞാൻ ആദ്യം ഇവനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെ ഒന്ന് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോവാണേ. ഒന്നാമത്തെ ഈ ചെങ്ങായിനെ ഞാനൊന്ന് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ സെറ്റപ്പ് ചെയ്യുന്നത് നോക്കണേ. ഈ Xും ഈ Xും ഈ Yയും കൂടെ ഗുണിച്ചു. അപ്പൊ XY, ഈ Xും 1ഉം കൂടെ ഗുണിക്കാം. അപ്പൊ ഒരു X അറിയാലോ. ഈ Xനെ ഈ 2 സംഖ്യകളോട് ഗുണിച്ചതാണ് ഇത് കിട്ടിയത്. എങ്ങനെ? Xും Yയും XY, Xും 1ഉം 1X. ഒരേ വിളി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങളോട്, കേട്ടിരിക്കണേ. 1 into Y, 1Y, 1 into 1. 1Y എന്ന് പറഞ്ഞാൽ 1 Y എന്ന് പറഞ്ഞാലൊക്കെ സെയിം ആട്ടോ. അപ്പൊ 1 into 1 ഒരേ പുള്ളി 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1271. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കട്ടാ. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ ഒരേ പുള്ളിയാണ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. ആദ്യം തന്നെ ശ്രദ്ധിച്ചോ. X into Y, XY, അടുത്ത്
എക്സ് ഇൻറ്റു -1 -x കണ്ടോ, അതായത് ഇയാളെ 2 പേരെ കൊണ്ടും ഗുണിച്ചു. സെറ്റപ്പ് ആണല്ലോടാ, സെറ്റപ്പ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 1 ഇൻറ്റു y 1y ആണ്, പക്ഷെ അവിടെ മൈനസ് ഉണ്ട്, അപ്പൊ -1y, അതായത് -1 ഇൻറ്റു y എന്ന് പറഞ്ഞാൽ എന്താ -y എന്നാണ് കേട്ടോ. അതായത് 1 ഇൻറ്റു y ഇതാ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ ടെൻഷൻ ആവരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പറ -1 കൂടെ ഇൻറ്റു ചെയ്താൽ എന്താ, -1 ഇൻറ്റു ചെയ്താൽ +1 ആണ് കേട്ടോ. 2 മൈനസുകൾ ഗുണിച്ചാൽ പ്ലസ് ആവും, ദാറ്റ് ഈസ് +1. ദേ നമുക്ക് അപ്പുറത്ത് 1131. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. സെറ്റപ്പ് ആണോ? അപ്പൊ 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തെ ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവർ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ കുഞ്ഞോളെ? ഇനി ആ ചോദ്യം ഒന്ന് നോക്ക്. അതായത് സംഖ്യകളുടെ ഗുണനഫലം എന്തെന്നാണ് ചോദിച്ചത്. അതായത് സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാൽ മക്കൾ മനസ്സിലാക്കി വെച്ചോ, 2 ഇക്വേഷൻസ് ഞാൻ എഴുതിയിട്ട് ജസ്റ്റ് കൂട്ടിപ്പൊടുത്താൽ മതി. ഗുണനഫലം ചോദിച്ചാൽ ഇത് ഓർത്ത് വെക്കണേ. ഗുണനഫലം ഇത് പല രീതിയിൽ ചോദിക്കും. ഗുണനഫലം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. സംഖ്യകളുടെ പ്രൊഡക്റ്റ് ചോദിച്ചാൽ, പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ജസ്റ്റ് കൂട്ടിയാൽ ആൻസർ ആയി. നമുക്കൊന്ന് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടെ കൂട്ടുമ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് കിട്ടുന്നതെന്ന് ഞാൻ സാറ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം എങ്ങനെയാണ് അതിന്റെ ഉത്തരം കിട്ടുന്നത് എന്ന് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഞാനൊന്ന് എഴുതുന്നുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? xy പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1271. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ കുഞ്ഞോനെ, ഇത് രണ്ടാമത്തെ ഇക്വേഷനിൽ കുഞ്ഞോനെ. ആ 2 ഇക്വേഷൻസ് ഒന്ന് എഴുതിക്ക്. xy മൈനസ് എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ. നോക്കണ ഇതിങ്ങനെ എഴുതുക. 1131. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. എടാ ഈ 2 ഇക്വേഷൻസും നിങ്ങൾ കൂട്ടി നോക്കിക്കേ. ഈ 2 ഇക്വേഷൻസും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമ്മ് കിട്ടും. സമ്മല്ല, പ്രൊഡക്റ്റ് കിട്ടും. പ്രൊഡക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഗുണനഫലം പല രീതിയിൽ അവർ ചോദിക്കൂ. എൻ്റെ പൊന്നു മക്കൾ മനസ്സിലായിക്കോ. ഗുണനഫലം എക്സും വൈയും കണ്ടുപിടിക്കാനാണ്. ഈ ഗുണനഫലം ചോദിച്ചാൽ നിങ്ങൾ അർത്ഥം എന്താ അറിയോ? ഒരു സംഖ്യ എക്സും ഒരു സംഖ്യ വൈയും ആണെങ്കിൽ എക്സ് ഇൻറ്റു വൈ എന്ത് എന്നാണ് ചോദ്യം. തുക ചോദിച്ചാൽ എന്താ? ഒരു സംഖ്യ എക്സും ഒരു സംഖ്യ വൈ ആയിട്ടുള്ള എടുത്ത്, അപ്പൊ പ്ലസ് എക്സ് പ്ലസ് വൈ എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ ഗുണനഫലം ചോദിച്ചാൽ, പ്രൊഡക്റ്റ് ചോദിച്ചാൽ എക്സ് വൈ, സമ്മ് ചോദിച്ചാൽ എക്സ് പ്ലസ് വൈ, പിന്നെ എക്സും വൈയും ഏതൊക്കെയാണ് കണ്ടുപിടിക്കുക, അതാണ് ചോദ്യം. അപ്പോൾ ഗുണനഫലം ചോദിച്ചാൽ ഇതൊന്നും നിങ്ങൾ എങ്ങനെ പഠിച്ചു വെച്ചുകൊണ്ട്, ഗുണനഫലം ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഒന്നാമത്തും രണ്ടാമത്തും പ്ലസ് ചെയ്യണം. ഞാൻ പ്ലസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കേട്ടോ. ആദ്യം നീ പ്ലസ് ചെയ്യേണ്ട കുഞ്ഞോനെ നോക്ക്. ഒരു എക്സ് വൈ നേരെ താഴോട്ടാ പ്ലസ് ചെയ്യാ. ആടല്ല ഒന്നാമത്തെയും ഈടല്ല രണ്ടാമത്തെ ഇക്വേഷൻസ് താഴോട്ട് പ്ലസ് ചെയ്തേക്ക്. ഇതാ എക്സ് വൈയും കൂട്ട് 2xy കേട്ടോ. അതുപോലെ തന്നെ പ്ലസ് എക്സും മൈനസ് എക്സും പ്ലസ് ചെയ്യുമ്പോൾ, അതായത് പ്ലസും മൈനസും നോക്ക്. പ്ലസ് എക്സ് പ്ലസ് മൈനസ് എക്സ് ഒന്നുമില്ല, പ്ലസും മൈനസും കൂട്ടുമ്പോൾ ക്യാൻസൽ ആവും. ഒരേ ചിഹ്നങ്ങൾ അല്ല, വ്യത്യസ്ത ചിഹ്നങ്ങൾ ഒരേ നമ്പറിന് വരുമ്പോൾ ക്യാൻസൽ ആവും കേട്ടോ. ഇവിടെ എക്സ് ഒരിടത്ത് പ്ലസ് ഒരിടത്ത് മൈനസ് ആകുമ്പോൾ എന്താവും? ക്യാൻസൽ ആവും. അതുപോലെ തന്നെ ഇതും ചെയ്തോ, പ്ലസ് വൈയും മൈനസ് വൈയും അതും ക്യാൻസൽ ആവും. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പറ, ദേ നമ്മുടെ ഉത്തരം കിട്ടാണ്. ഒന്നൊന്ന് കൂട്ടി 2, ഇതും കൂട്ടിക്കേടാ 1271. 1 1 2 7 3 10 ശിഷ്ടം 1 4 2 2402. സെറ്റാണോ? ഇനി ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താടാ എന്ന് ചോദിച്ചാൽ അവിടെ മനസ്സിലാക്കിച്ചോ, അവിടെ 2 സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചതെങ്കിൽ ആ 2 സംഖ്യകളുടെയും ഗുണനഫലം xyനെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യം ഈ +2 ഇവിടെ എത്തി. അപ്പൊ +2 അവിടെ പോകുമ്പോൾ എന്താ ഓടോ? -2. അപ്പൊ 2xy ദാറ്റ് ഈസ് ഈക്വൽ ടു 2402 - 2. 2xy ദാറ്റ് ഈസ് ഈക്വൽ ടു 2400. അപ്പൊ ഇതിന്ന് എങ്ങനെ xy കാണാം? ഗുണനഫലം ചോദിച്ചാൽ ഇയാളെ മാത്രം അവിടെ വെച്ചാൽ മതി, ആൻസർ സെറ്റ് ആവട്ടോ. ഇതാ കണ്ടോ, ഈ 2നെ പിടിച്ചിട്ട് ഒരേ പൊളി താഴത്തിട്ടാ മതി. xy ഇതിന്റെ പേരാണ് പ്രൊഡക്റ്റ്, അതായത് ഗുണനഫലം. ദാറ്റ് ഈസ്
2400 ഡിവൈഡഡ് ബൈ ഈ രണ്ട് ഇവിടെ എത്തുമ്പം ഡിവൈഡ് ബൈ 2 ആവട്ടോ. അപ്പൊ ബൈ 2 ദാറ്റ് ഈസ് XY ദാറ്റ് ഈസ് ഈക്വൽ ടു 1200. അപ്പൊ ഏതൊക്കെയാണ് രണ്ട് സംഖ്യകൾ എക്സും വൈയും? ഏതൊക്കെയാണ് രണ്ട് സംഖ്യകളുടെ ഗുണനഫലങ്ങൾ എന്ന് ചോദിച്ചാൽ 1200. ഒരേ പൊളി എന്ന് പറഞ്ഞ ലൈക്ക് അടിക്കാത്തവർ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേ. റെഡിയാണോ? അപ്പൊ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യാം. എങ്ങനെ ഫോം ചെയ്തത്? അതാ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തത് മനസ്സിലാക്കി വെച്ചോ. ഒന്ന് കൂട്ടി, കണ്ടോ, ഒന്ന് കൂട്ടി രണ്ട് സംഖ്യയോട് എന്നിട്ട് ഗുണിച്ചു. അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ള പോലെ അവസാനം കേട്ടോ. അതുപോലെ ഒന്ന് കുറച്ചു, അതുപോലെ അത് കേട്ടി. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. സംഖ്യകളുടെ തുക എത്രയാണ്? അതായത് മകളെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഒരു ചോദ്യത്തിൽ രണ്ടാമത്തെ ചോദ്യം രണ്ട് സംഖ്യയുടെ തുക ചോദിച്ചാൽ, അതായത് സമ്മ് ചോദിച്ചാൽ വാട്ട് ആർ ദെയർ സം എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കിട്ടിയ ഈ XY എത്രയാണ് കിട്ടിയത്? 1200 അല്ലേ? ആ 1200 ഏതാണോ XY ഉള്ളത് അവിടെ X+Y ഉള്ളത് അവിടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഈ ഇക്വേഷനിൽ ഇതാ ഒന്നാമത്തെ ഇക്വേഷനിലാണ് ഈ ഇക്വേഷനിലാണ് നമുക്ക് എന്തുള്ളത്? X+Y എന്ന് പറയുന്ന സാധനം ഉള്ളത്. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ വില ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഒന്നാമത്തെ ഇക്വേഷൻ എന്താ നോക്കിക്കേ. തുക എന്ന് പറഞ്ഞാൽ X+Y എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക എന്നാണ് സാർ പറഞ്ഞത് കേട്ടോ. ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ടേ. 271. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയൊരു സാധനം ഉണ്ട്, എക്സും വൈയും അല്ലേ? എക്സ് വൈ എന്ന് പറയുന്ന അതായത് പ്രൊഡക്റ്റ് ഗുണനഫലം 1200 കിട്ടിയണല്ലോ. 1200 ഞാനിവിടെ ഇടാം. ഓക്കെ, 1200. 1200 ഈ ഇക്വേഷനിൽ അങ്ങോട്ട് ചാമ്പ്യാൻ മതിയോളൂ. കണ്ടോ, ശ്രദ്ധിച്ചിരുന്നോ? ഈ XYന്റെ സ്ഥാനത്ത് ഈ 1200 കൊടുക്കുക. അപ്പൊ 1200 പ്ലസ് ഇത് അതേപോലെ ഇത് X+Y ഒരാട് കാണണ്ട കേട്ടോ. +1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1271. കണ്ടോ, ഈ 1200 ഒന്നും കൂടെ കൂട്ടുന്നു. അപ്പൊ 1201 201. കണ്ടോ, ഒന്നുമില്ല കുഞ്ഞോനെ. ഇനി എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നോക്ക്, ഈ ചങ്ങായും കൂട്ടിക്കൊടുത്ത് ഇത് കേട്ടോ. ബാക്കി അതേപോലെ ഇത് അതേപോലെ +X+Y ദാറ്റ് ഈസ് ഈക്വൽ ടു 1271. എടാ, ഇതിന്ന് ഇവർ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തില് സം എന്തെന്നാ ചോദിച്ചത്? എന്ത് ചോദ്യത്തിന്റെയും സമ്മ് കാണാനാണെങ്കിൽ, തുക കാണാനാണെങ്കിൽ X+Y എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനസ്സിലാക്കിക്കോ, ഇവിടെ X+Y അവിടെ വെച്ചാൽ മതി. അതായത് ഈ 1201 പ്ലസ് 1201 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് ആകും. അപ്പൊ X+Y ദാറ്റ് ഈസ് ഈക്വൽ ടു 1271 ഇവിടേക്ക് എത്തി. അപ്പൊ -1201. അപ്പൊ X+Y ഇതാണ് തുക, സമ്മ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയും. കാര്യം പ്ലസ് ഇട്ട് ഒരു രണ്ട് സംഖ്യകൾ എഴുതി കഴിഞ്ഞാൽ സമ്മാണ് കേട്ടോ. അപ്പൊ 1271 1201 കുറച്ചാൽ 70. നമ്മുടെ തരം ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരേ പൊളി. സെറ്റ്, റെഡിയാണോ? അപ്പൊ നിങ്ങൾ അതും ക്ലിയർ ആക്കി അടിപൊളിയായിട്ട് കിണ്ണാച്ചായിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും എളുപ്പമാണ്, നിങ്ങൾ വിചാരിക്കേണ്ട അത്യാവശ്യമുണ്ട്. പറഞ്ഞുതരട്ടോ സാറ്. അതായത് സംഖ്യകൾ ഏതൊക്കെ? മക്കളെ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് ഒന്ന് ലൈക്ക് അടിക്കുക. കാര്യം അത്രയും എഫേർട്ട് എടുത്തല്ല സാറ് പഠിപ്പിക്കുന്നത്. അത് നമ്മൾ മറന്നു വരുത് കേട്ടോ. അപ്പൊ സംഖ്യകൾ കാണാൻ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വേണം. മക്കളെ, ഇത് കാണാണ്ട് അങ്ങനെ പഠിച്ചോ. എന്താണ് സംഖ്യകൾ? X-Y² X+Y² -4XY. വേണ്ട, ഈ ചോദ്യം ഇങ്ങനെ തന്നെ ആണെങ്കിൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യം ഈ ഒരു സാധനം വെച്ചിട്ടും എന്ത് ചെയ്യുന്നിട്ട് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ. വേറെ തന്നെ ചോദ്യം. അപ്പൊ ഈ ഇക്വേഷനുകൾ കാണാണ്ട് പഠിച്ചത് 8ാം ക്ലാസ്സിലുള്ള ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉള്ളതാണ്. X-Y² X+Y² -4XY. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഇവിടെ കിട്ടിയ രണ്ട് ആൾക്കാരെ ഏതൊക്കെയാടാ? XY കിട്ടീന് എത്രയാ? 1200. X+Y കിട്ടീന് എത്രയാ? 70. അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ടേ. XY 1200 X+Y 70. എടാ, ഇതിന്റെ ഉള്ളിലൊന്ന് ഇട്ടോക്ക്, വെറുതെ ഇട്ടോക്ക്, നമുക്ക് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഒന്ന് കാണാണ്ട് പഠിക്കണം കേട്ടോ. ഒന്നുമില്ല, പഠിക്കാനൊരു എളുപ്പമുണ്ട്. എന്താ അറിയോ? കണ്ടോ, ഇവിടെ X-Y². ഇവിടെ അതേ സാധനം +Y² അല്ലേ? X+Y, ഇവിടെ X-Y. കണ്ടോ, ഇവിടെ 4XY അല്ലേ? ഓക്കെ, ഇട്ടെടുത്തേ. അപ്പൊ ഇയാൾക്ക് കൊടുക്കാൻ ആരുമില്ല. അപ്പൊ അതേപോലെ കൊടുക്കും. അപ്പൊ X-Y² ഇയാൾക്ക് കൊടുക്കാൻ ഇവിടെ 70 ഉണ്ട്. കണ്ടോ, അപ്പൊ 70²
മൈനസ് 4 ഇൻറ്റു ഉണ്ടാവും കേട്ടോ, അവിടെ ഇൻറ്റു ഉണ്ടാവേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ എക്സ് വൈക്ക് പകരം നിങ്ങൾ എത്ര കൊടുക്കണം? 1200. അപ്പോൾ ഈ എക്സ് വൈക്ക് പകരം നിങ്ങൾ എത്ര കൊടുക്കുക? ഇൻറ്റു 1200. ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 70ന്റെ സ്ക്വയർ എത്രടാ? 7ന്റെ സ്ക്വയർ 49 അല്ലേ? അപ്പോൾ 70ൻ്റെത് 49ഉം 2 0 ഇട്ട് കൊടുത്തായി. ഇതൊന്ന് ഗുണിച്ച് 4 12 48. അപ്പം 4800. അടുത്ത പേജിൽ ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഒന്ന് കുറച്ച് 4900 നിന്ന് 4800 കുറച്ചാൽ 100. ഇതിൽ നിന്ന് നമുക്ക് എക്സ് മൈനസ് വൈ കാണാലോ. ഇയാളങ്ങോട്ട് പോയി സ്ക്വയർ ഈടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും കേട്ടോ. അപ്പോൾ സ്ക്വയർ ഈടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ റൂട്ട് ആവും. അപ്പോൾ എക്സ് മൈനസ് വൈ റൂട്ട് 100. അപ്പോൾ എക്സ് മൈനസ് വൈ ഇതേ നമ്മുടെ ഫസ്റ്റ് സാധനം കിട്ടി 10. പക്ഷെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് സംഖ്യകളാണ്, എക്സും വൈയും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ വീണ്ടും നമ്മൾ മറ്റൊരു സാധനത്തിലേക്ക് പോകണം. കാര്യം നിങ്ങൾക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ഓർമ്മ ഉണ്ടോ? ആ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ആ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാ പറഞ്ഞാൽ ആ സാധനത്തിൽ നിന്ന് 2 ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 സാധനങ്ങൾ ഇവിടെ കിട്ടിയാണ്. എക്സും വൈയും മൈനസ് ചെയ്താൽ എന്താ? എക്സും വൈയും മൈനസ് ചെയ്താൽ 10 അല്ലേ? അതുപോലെ തന്നെ എക്സും വൈയും കൂട്ടിയാൽ എത്രയാ? 70 അല്ലേ? ആ 2 സാധനങ്ങളൊന്നും എഴുതാം. അതായത് രണ്ടാമത്തെ നമുക്ക് കിട്ടിയ സാധനം ഉണ്ട്. എക്സും വൈയും കൂട്ടിയാൽ 70ഉം എക്സും വൈയും കുറച്ചാൽ 10ഉം. ഇത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കരുത് കേട്ടോ. നമ്മൾ 8ാം ക്ലാസ് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഇയാളെ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് 10. അതുപോലെ തന്നെ ഇത് ഓൾറെഡി നമുക്ക് ബി ചോദ്യത്തിൽ സം എന്താന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അതും കണ്ടുപിടിച്ചായിരുന്നു. ആ 2 ഈ സാധനങ്ങളൊന്നും എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. എങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വില കിട്ടും. അല്ലാത്ത ക്വസ്റ്റ്യൻ തന്നെയല്ലേ? അപ്പോൾ നോക്കാം നമുക്ക് എന്താ ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് ചോദിച്ചാൽ ഇത് 2 ജസ്റ്റ് കൂട്ടിയാൽ മതിടാ. ജസ്റ്റ് കൂട്ടുക. ഇത് 2 ഒന്ന് കൂട്ടി വെക്ക്. വെറുതെ കൂട്ടുക. ചിലർ കുറയ്ക്കുന്നവരുണ്ടാവും, കൂട്ടുന്നവർ എങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി. ആൻസർ കിട്ടിയാൽ മതി. അപ്പം നമുക്ക് നോക്കി നോക്കാം അല്ലേ? അപ്പോൾ നോക്ക് ഈ എക്സും 2ഉം പാടെ കൂട്ട്. ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ്, താഴോട്ടാ കൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ എക്സും എന്ത് ചെയ്യും? 2x. അതുപോലെ തന്നെ പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്ലസ് വൈയും മൈനസ് വൈയും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അതുപോലെ തന്നെ ഇതും കൂട്ടിക്കോ. 70ഉം 10ഉം കൂടെ കൂട്ട് 80. ദേ ഈ 2നെ ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ എക്സ് ഒറ്റയ്ക്കായി. അപ്പൊ എക്സിന്റെ വിലയായി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇവിടെ എത്തി. അപ്പൊ ബൈ 2 ആവട്ടോ. അപ്പൊ ബൈ 2. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 40 സെറ്റ്. എക്സ് ഇസ് ഈക്വൽ ടു 40 റെഡി ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് 40 ആണെങ്കിൽ അടുത്തത് എന്താ? അടുത്തതെന്ന് പറഞ്ഞാൽ വൈൻ്റെ വാല്യൂ കാണും. വൈൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഏത് ഇക്വേഷനാണ് ഇഷ്ടം? ഇപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കാം. എക്സും വൈയും കൂട്ടിയ അല്ലേ? ആ എക്സിന്റെ വില കിട്ടിയില്ല. എത്രടാ? എക്സ് 40 കിട്ടിയില്ല ഇവിടെ. അപ്പൊ ആ 40 ഇവിടെ ഇട്ട് കൊടുക്കാം. എക്സിന് പകരം 40 പ്ലസ് വൈ. ദാടാ വൈൻ്റെ വിലയും കിട്ടി. ഈ 40 ഇവിടെ എത്തി. അപ്പൊ y is equal to 70 minus 40, y is equal to 30. ദേ നമ്മുടെ ഉത്തരം വൈൻ്റെ വാല്യൂയും കിട്ടി. ആദ്യം എക്സിന്റെ വാല്യൂ ദാറ്റ് ഈസ് ഓൾറെഡി നേരത്തെ കിട്ടി. എത്രയാണ്? 40. ദേ നമുക്കിപ്പോൾ വൈൻ്റെ വാല്യൂയും കിട്ടി. ദാറ്റ് ഈസ് എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ? കിട്ടില്ല ക്വസ്റ്റ്യൻ. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് എന്തായാലും പഠിച്ചു വെക്കുക. 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ചെയ്തത് പെട്ടെന്നൊന്ന് പറയും. അപ്പൊ ആ സാധനം എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ റിവിഷൻ ചെയ്യണം കേട്ടോ. എങ്ങനെ ചെയ്തത്? സമ്മ് കാണാൻ ആദ്യം ഗുണനഫലം, അതായത് എക്സ് ഇൻറ്റു വൈ സംഖ്യകൾ എങ്ങനെയാ കണ്ടുപിടിച്ചത്? 2 ഇക്വേഷൻസ് ഫോം ചെയ്തു. ആദ്യത്തെ ഇക്വേഷൻ അല്ലേ, 2 സംഖ്യകൾ കൂട്ടിയാൽ ഇത് കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്തു. അതിനെ ഒന്ന് ഇക്വേഷൻ ആക്കി ഇതങ്ങനെ ഓക്കെ റെഡി. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ 2 സംഖ്യകൾ ഡിക്രീസ് ചെയ്ത് ഓരോ നമ്പറുകൾ ഡിക്രീസ് ചെയ്തപ്പോൾ ഗുണിച്ചപ്പോൾ കണ്ടോ, ഒന്ന് കൂട്ടി ഗുണിച്ചപ്പോൾ ഒന്ന് കുറച്ച് ഗുണിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു. അപ്പൊ 2 ഇക്വേഷൻസ് പ്രൊഡക്റ്റ് കിട്ടാൻ കൂട്ടുക. പ്രൊഡക്റ്റ് ഇങ്ങനെയല്ലേ കൂട്ടാം. അപ്പൊ 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 2xy ഇതൊക്കെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? xyനാണ് ഒറ്റയ്ക്കാക്കാനുള്ള പരിപാടി കണ്ടോ. പ്ലസ് ആയിട്ട് പറഞ്ഞു, 2 ഇങ്ങോട്ട് പറഞ്ഞു, ബൈ ആയി. അപ്പൊ 1200. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ xyന്റെ പകരം ഈ 1200 ഇട്ട് കൊടുത്താൽ നമുക്ക് സമ്മും കിട്ടി. പിന്നെ നിങ്ങൾ 8ാം ക്ലാസ്സിന്റെ ആ സാധനം കൊണ്ടുവരാം. ഈ ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. എക്സ് വൈ എത്രയാണെന്ന് അറിയാലോ? 1200. എക്സ് പ്ലസ് വൈ എത്രയാ അറിയാലോ? 70.
അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് മൈനസ് വൈ കിട്ടും. ആ എക്സ് മൈനസ് വൈയും എക്സ് പ്ലസ് വൈയും വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ, ഇതെല്ലാ ചാപ്റ്ററുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് എന്തായാലും ചോദിക്കും കേട്ടോ. അപ്പോൾ ആ സാധനവും കൂടെ എന്ത് ചെയ്തു ഇട്ടു. നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വില സോൾവ് ചെയ്തു. ഏതെങ്കിലും ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത വൈൻ്റെ വിലയും കിട്ടി. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സെയിം ടൈപ്പ് സാധനം തന്നെ ഇത്. മക്കളെ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, എടാ സെയിം ക്വസ്റ്റ്യൻ ആണിത്, മറ്റൊരു വേവ് ലെങ്ത്തിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൂ. എടാ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, അതല്ല നിങ്ങൾ വിളിക്കുന്നത്, നിങ്ങൾ വിചാർന്ന് വിളിക്കുന്നത് വീട്ടിലെന്തോ ചെറിയ എന്തോ പേരായിരിക്കും. അതുപോലെ ഇയാൾ സെയിം ടൈപ്പാണ്, നേരത്തെ അതേപോലെ തന്നെയുള്ള മറ്റൊരു പേരാണ്. മക്കൾ മനസ്സിലാക്കിക്കോ, സെയിം സാധനം തന്നെ. നേരത്തെ 1 കൂട്ടി ഗുണിച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോഴല്ലേ നമുക്ക് സൈഡ് റെക്ടാങ്കിൾ ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ, 1 കുറച്ച് ഗുണിച്ചപ്പോൾ 1 കൂട്ടി ഗുണിച്ചപ്പോൾ. അപ്പൊ അതുപോലെ തന്നെ ഏരിയ എന്ന് പറഞ്ഞാൽ XY കാണുക, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് ഓൾറെഡി ഞാൻ കണ്ടന്റ് വീഡിയോ ആയിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട് ആൻസർ. അപ്പൊ 2 × x+y കാണുക, 2 × x+y കാണുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് സാധനം തന്നെയാണ് ഇത്. അപ്പൊ നിങ്ങൾ ക്ലാസ് കണ്ടു ഇഷ്ടപ്പെട്ടു, ഇത് നിങ്ങൾ പഠിക്കാം. ഞാനൊരു സാധനം ഇത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഇത് തന്നിട്ടുണ്ടെന്നുള്ളൂ. ഇതെന്തായാലും പഠിക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. ചോദിച്ചു വെച്ചോ, അല്ലെങ്കിൽ പഠിച്ചു വെച്ചോ, സ്റ്റാർട്ട് വെച്ചോ, നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ. ഇതാണ് ആ ചോദ്യം. ഏതാണ് ആ ചോദ്യം? ഇതാണ് ആ ചോദ്യം. ഉറപ്പായിട്ടും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണുന്ന ഈ ഒരു ചോദ്യം പഠിക്കാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ വരാം. പക്ഷെ പരീക്ഷ കഴിഞ്ഞാൽ സാറോട് നേരിട്ട് തന്നെ എന്ത് ചെയ്യണം, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, സാറിന്റെ ക്ലാസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നേരിട്ട് ഇതാണ് എൻ്റെ Instagram ID, ഈ ഐഡിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം കേട്ടോ. പറയാൻ മറന്നു പോകരുത്. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്കാണ് നമ്മളുടെ ഒരു മോട്ടിവേഷൻ, വീണ്ടും ക്ലാസ് തരാനുള്ള ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയില്ല. അതുപോലെ ഉറപ്പായിട്ടും ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സുകൾ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണേ, മറന്നു പോകരുത് കേട്ടോ സാറിനോട്. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്